പാലക്കാട് ചാലക്കുടി നേരിട്ടുണ്ടോ ചാലക്കുടി ചാലക്കുടി വഴി എല്ലാ തൃശ്ശൂർ വണ്ടികളെല്ലാം ചാലക്കുടി ഇതുവരെ അങ്ങേറ്റ് തീർപ്പുണ്ട് ചാലക്കുടി നേരിട്ട് വണ്ടിയാണ് ഡയറക്റ്റായി വണ്ടി. അതെ, KSRTCയിലെ ഈ ജീവനക്കാരൻ പറഞ്ഞതുപോലെ മറ്റു വണ്ടികളിൽ കയറിയാൽ സുഖമായി ചാലക്കുടിയിൽ ഇറങ്ങാം. തൃശൂരിലേക്ക് 20 മിനിറ്റ് ഇടവേളയിൽ ചെയിൻ പോലെ സർവീസ്. കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം തുടങ്ങിയ ഇടങ്ങളിലേക്ക് ബസ്സുകൾ വേറെ. നേരിട്ട് സർവീസില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നെ എന്തിനാണ് വൈകിട്ട് ചാലക്കുടിക്ക് മാത്രമുള്ള ഈ ട്രിപ്പുകൾ? കേവലം 10 മിനിറ്റ് ഇടവേളകളിലാണ് എറണാകുളത്തു നിന്നും ഈ ബസ്സുകൾ ചാലക്കുടിയിലേക്ക് പോകുന്നത്. ഒന്ന് ചാലക്കുടി മാള, മറ്റൊന്ന് ചാലക്കുടിയിലേക്കുള്ള വാഹനം. ചാലക്കുടി ബസ്സിൽ നമുക്കൊന്ന് യാത്ര ചെയ്യാം. വൈകിട്ട് 6:18 എറണാകുളത്ത് നിന്നെടുത്ത ബസ് കലൂർ പിന്നിട്ട് പാലാരിവട്ടം കടന്ന് പ്രധാന സ്റ്റോപ്പായ ഇടപ്പള്ളിയിലെത്തി. ഇടപ്പള്ളിയിൽ നിന്ന് കയറിയതാകട്ടെ കേവലം ഒരാൾ മാത്രം. വശങ്ങളിലൂടെ കടന്നുപോകുന്ന മറ്റു ബസ്സുകളിൽ വൻ തിരക്ക് കാണാം. എന്നാൽ ഈ ബസ്സിൽ കിടന്നു യാത്ര ചെയ്യാം. ഇന്ധനം കത്തുന്നതിനനുസരിച്ച് ടിക്കറ്റ് വരുമാനം കിട്ടാൻ ഒരു വഴിയുമില്ല. യാത്ര ആരംഭിച്ച് ഏകദേശം ഒരു പകുതി ദൂരം പിന്നിട്ടു. 7:45 ആലുവ ബസ് സ്റ്റാൻഡ് എത്തി. കേവലം 12 പേർ മാത്രമാണ് ഈ ബസ്സിലുള്ളത്. യാത്രക്കാർ ഏറേണ്ട ഒരു സമയത്താണ് ഈ അവസ്ഥയെന്ന് ഓർക്കണം. പ്രധാന ബസ് സ്റ്റാൻഡായ ആലുവയിൽ നിന്നും കയറിയത് കേവലം 3 പേരാണ്. സ്വാഭാവികമായും ഈ യാത്രയുടെ ഭാവി എന്തെന്ന് ഇതിലൂടെ തന്നെ അറിയാം. അതിനാൽ തൽക്കാലം ഇവിടെ ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങിയ ശേഷം മറ്റൊരു KSRTC ബസ് കൂടി പുറകെ വരുന്നുണ്ട്. അത് എറണാകുളത്ത് നിന്ന് ചാലക്കുടി വഴി മാളയിലേക്ക് പോകുന്ന ബസ്സാണ്. അതിലും ഇത് തന്നെയാണ് അവസ്ഥ. കാലിയായിട്ടാണ് ആ ബസ് പോകുന്നത്. സേവനമെന്ന ഘടകം കൂടി ഉള്ളതിനാൽ ചില റൂട്ടുകൾ ഒഴിവാക്കാൻ പറ്റില്ല. റൂട്ട് മൊത്തത്തിൽ മാറ്റണമെന്നല്ല, ട്രിപ്പുകളിൽ ചില പുനഃക്രമീകരണങ്ങൾ വരുത്തിയാൽ വലിയ വ്യത്യാസം വരും. എറണാകുളത്തു നിന്നും ചാലക്കുടിയിലേക്ക് ഫാസ്റ്റ് പാസഞ്ചറായി ബസ് ഓടിക്കുന്നതിന് പകരം ആലുവ ചാലക്കുടി ഓർഡിനറി സർവീസ് ആയാൽ നേട്ടമാകും. നിലവിൽ അത്തരം ഓർഡിനറി സർവീസുകൾ കുറെ ഓടുന്നുമുണ്ട്. അത്യാവശ്യം തിരക്കും കാണാം. എന്നാൽ കിലോമീറ്ററിന് 28 രൂപ പോലും വരുമാനം കിട്ടാത്ത ചില ട്രിപ്പുകൾ ഇതിനോടകം റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് എറണാകുളം ഡിപ്പോ പറയുന്നത്. മറ്റു തിരക്ക് കുറഞ്ഞ ട്രിപ്പുകളെക്കുറിച്ച് പരിശോധിച്ചു വരുന്നതായും അധികൃതർ വ്യക്തമാക്കി. ക്യാമറമാൻ വേണുവിനൊപ്പം യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.